ഹായ് ഹലോ. ഒരു മാസം മുമ്പ് ഞാൻ ഇതേ സ്പോട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ ഈ പുറകെ കാണുന്ന മരം മുഴുവനും പൂക്കളായിരുന്നു. ചെറിയൊന്നും പറിക്കാൻ പാടില്ല. ഒരെണ്ണം കുഞ്ചൊഴിച്ചേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ചുവിന് അപ്പൊ തന്നെ റീലുകൾ ഷൂട്ട് ചെയ്യണം. രാത്രി 7:30 മണിയാണ് ഈ കാണുന്നത്. ഇപ്പൊ ഒരു വെയിലത്ത് നിക്കണം. ബാർലി പാടമാണ്. ബാർലി ഇതെന്താ ചെറി ഈ കാണണത് ഓട്സ് ആണെന്നാണ് പറയണത്. ഓട്സിന്റെ പാടമാണ് ഇപ്പുറത്തെ സൈഡില് കാണുന്നത്. വീടാ, എനിക്ക് തോന്നുന്നു ഈ ഫാമേഴ്സിന്റെ വീടാന്ന് തോന്നുന്നു. അവരുടെ തന്നെ സ്ഥലം അവര് തന്നെ ലാഡറൊക്കെ വെച്ച് കയറി ഇന്ന് പറിച്ച് അവരുടെ ബാക്ക് യാർഡ് കണ്ടോ. വീടിന്റെ പുറകേല് കസേരയൊക്കെ ഇട്ട് ഇരുന്ന് ചെറി പറിക്കുന്നു, അവിടെ ഇരുന്ന് കഴിക്കാം. എന്ത് രസമല്ലേ കാണാനായിട്ട്. കടുക് പാടമാണിത്. തുമ്പി ഒരുപാട് ട്രാക്ടർ ഇങ്ങനെ പോണ കണ്ടിരുന്നു. ഇവരുടെ ഒരു വിശ്വാസമാണ് നമ്മൾ പറ്റിക്കില്ല, നമ്മൾ എടുക്കുന്നു പൈസ ഇല്ലാത്ത വെക്കണു എന്നുള്ളത് കാണിക്കാനായിട്ട്. ഒന്ന് കഴിച്ചു നോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. യമ്മിയാണോ പറയൂ, ചെറിയ എമ്മിയാന്ന് പറയൂ. ഹായ് ഹലോ. സമ്മർ ആയി കഴിഞ്ഞാല് ജർമ്മനിയില് മരങ്ങളില് ഫ്രൂട്ട്സ് നല്ല ലൈവായിട്ട് നിൽക്കണ കാണാൻ പറ്റും. ഒരു മാസം മുമ്പ് ഞാൻ ഇതേ സ്പോട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ ഈ പുറകെ കാണുന്ന മരം മുഴുവനും പൂക്കളായിരുന്നു. ഇന്ന് ആ പൂക്കളെല്ലാം മാറി അതിന്റെ ഫ്രൂട്ട് ആ മരത്തിൽ വന്നിട്ടുണ്ട്. ഇനി അത് ഏത് ഫ്രൂട്ടാന്നല്ലേ മനസ്സിലായി കാണുമല്ലോ, ചെറി തന്നെ. അപ്പൊ അതെ കണ്ടോ, നല്ല ഇപ്പൊ ഇത് നല്ല പ്രോപ്പർ റെഡ് ആയിട്ടാണ് ഇരിക്കണത്. ഇത് കുറച്ചും കൂടി ഡാർക്കാവും. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോണത്. സോ വെൽക്കം ടു കാർൽസ്റോയ്ത് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ആ ചെറിയൊക്കെ കളറ് റെഡാണ്, പ്രോപ്പർ റെഡാ. അതൊക്കെ ആവണുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു ഡാർക്ക് റെഡ്, വൈൻ റെഡ് കളറായിരിക്കുന്നത്, അത് ദേ ഇതുപോലെ ഇരിക്കും. ഇതിന്റെ കളർ കണ്ടോ, നല്ല ഡാർക്ക് ആയിട്ടായിരിക്കണേ. ശരിക്കും പറഞ്ഞ ബ്ലാക്ക്. ആ പുറകെ കാണുന്ന ഏണിയില്ലേ, അതുപോലത്തെ ഇത് വെച്ച് മരത്തുമ്മ കയറിയാണ് ഇവിടെ ആൾക്കാർ പറിക്കണത്. ഇവിടുത്തെ ഇതിന്റെ ഓണേഴ്സ് അവര് പറിച്ച് നല്ല ലൈവായിട്ട് ഇവിടെ നിന്ന് വിൽക്കാറാണ് സാധാരണ കാണാറ്. ഇന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്നപ്പോ ലേറ്റ് ആയി പോയി. നാളെ ഞങ്ങൾ അതിനു വേണ്ടി മാത്രം ഒന്നും കൂടി വന്നിട്ട് അത് വാങ്ങിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാ ഇവിടുന്ന് പറിച്ചാ കഴിക്കണ ആ സാധനത്തിന് കേട്ടോ. ഇവിടെ ചെറിയൊന്നും പറിക്കാൻ പാടില്ല. അതിന്റെ വിഷമത്തിലാണ് കുഞ്ഞ്. നമുക്ക് പറിക്കാൻ പറ്റില്ല. നിലത്ത് കിടക്കണത് പറഞ്ഞെടുത്ത് തൽക്കാല ആശ്വാസത്തിന് വേണ്ടിട്ട്. അത് വരൂ. കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഈ ചെറിയ ബ്ലോസം ആയ സമയത്ത് വന്നപ്പോൾ ഇവിടെ മഞ്ഞപ്പാടമായിരുന്നു. ഇപ്പൊ അതൊക്കെ അതിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഫുൾ ചെറി ആണ് ഇവിടെ ഉണ്ടാവുന്നത്. കിളി വരാതിരിക്കാൻ, കൊത്താണ്ടിരിക്കാനാണ് അത് അവിടെ ഇങ്ങനെ വച്ചേക്കണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ചുവിന് അപ്പൊ തന്നെ റീലുകൾ ഷൂട്ട് ചെയ്യണം. ഓ, ഒരു മിനിറ്റ് എന്റെ കുഞ്ചോ. ദേ ബാക്ക് സൈഡില് കുഞ്ഞിന്റെ ബാക്കിലേക്ക് നോക്കൂ. അവിടെ ദേ പച്ചപ്പാടം. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. 2 മാസം കൂടുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ലുക്ക് ആയിരിക്കില്ല ആ ടൈമിൽ. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വിന്ററില് ഫുൾ മഞ്ഞായിരിക്കും. ഓട്ടം സീസൺ പിന്നെ പറയണ്ട ലുക്കായിരിക്കും കാണാൻ. വിന്റർ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. മഞ്ഞ് വീണ് നമ്മളിവിടെ സ്കീയിങ് ഒക്കെ ചെയ്തൊക്കെ കാണിച്ചില്ലായിരുന്നോ. ഇങ്ങനെ വേവ്സ് അടിക്കണ പോലെ ആ പുല്ലിൽ കാറ്റടിക്കുമ്പോ കണ്ട എന്തൊരു ഭംഗിയാ. വിശ്വസിക്കോന്ന് അറിഞ്ഞൂടെ.
രാത്രി 7:30 മണിയാണ് ഈ കാണുന്നത്. ഇപ്പൊ ഒരു വെയിലത്ത് നിക്കണത്. പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര സുഖാ ഇങ്ങനെ നടക്കാൻ. ഒരു ഹായ് പറഞ്ഞ മാധു. ഹായ്. ഇവിടെ നമ്മളിപ്പോ ഒരുപാട് ട്രാക്ടർ ഇങ്ങനെ പോണ കണ്ടിരുന്നു. ഇവര് അടുത്ത കൃഷിക്കുള്ള സ്ഥലം റെഡിയാക്കി ഇടുന്നതാണ് ആ കാണുന്നത്. പുല്ല് വെട്ടാനാണ് ഈ ട്രാക്ടർ കിടക്കണത്. നമുക്ക് അറിഞ്ഞൂടാ എന്ത് കൃഷിയാണ് ഇവർ ചെയ്യണേന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറേ കാണാം. ഇവിടെ ഫുൾ കൃഷിക്കാരാണ് ഈ ചുറ്റും താമസിക്കണതൊക്കെ. എന്റെ ഈ പുറകെ കിടക്കുന്ന ട്രാക്ടറിന്റെ ടയറ് കണ്ടോ? എന്നൊക്കെ ആ സൈസ് ഉണ്ട് ടയറിനൊക്കെ. ഞങ്ങള് വരണ കണ്ടിട്ട് പുള്ളി സൈഡ് ഒതുക്കി തന്നു, നിങ്ങൾ പോയിക്കോളൂ. ദേ ഈ ഇത് കാണുന്നത് കൃഷിയാ. ഇത് പീസാണെന്ന് എനിക്ക് തോന്നണു. നമ്മള് ഈ പച്ച കളർ പീസ് വാങ്ങിക്കില്ലേ, അതിന്റെ ആ ബീൻസ് പോലുള്ളത് കണ്ടോ, നല്ല ഉരുണ്ടിരിക്കണത്. അങ്ങനെ എന്തോ കൃഷിയാണ് എന്തായാലും ഇത്. കിളി 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 ഇതേ മരത്തുമ്മ കയറാൻ പോണു. വാവ്, അത് പറഞ്ഞു കേട്ടോ. വാവ്, തുളസി. പിന്നെ ഈ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടേക്കുള്ളത്, അതൊക്കെയാണ് പറഞ്ഞേക്കണത്. ബുക്ക് ആൻഡ് ഹോഫ് എന്ന് വെച്ചാൽ റെസ്റ്റ് റൂം ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് കാണിച്ചേക്കണത് ഇതിനകത്ത്. നടക്കണവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ഇവിടെ സൈക്കിള് ചവിട്ടി ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ബോർഡ് വെച്ചേക്കണത്. നമ്മള് ജമുനയോട് ചോദിച്ചപ്പോ ഇതൊരു ബാർലിയുടെ ഫീൽഡാന്നാണ് അവര് പറയണത്. ഇത് ഫുള്ള് ആ ഏരിയ ആറ്റം മുതൽ ഇത് ഇങ്ങറ്റം വരെ ബാർലി പാടമാണ്. ബാർലി ഇതെന്താ മാധു? ബാർലി പറഞ്ഞേ. ബൈ. ഇവിടെ ഞങ്ങള് റീൽസ് എടുത്തിട്ടുണ്ട്. ഞാനും കാത്തും കൂടി ഇവിടെ നിന്ന് ഡാൻസ് എടുത്തതിൻ്റെ ഒരു ഷോർട്സ് കിടപ്പുണ്ട്. അന്ന് ഇത് ഫുൾ പൂക്കളായിരുന്നു, ഇന്നിത് ഫുൾ ചെറിയായി. എവിടെ ചെറി? ഇനി ഞങ്ങള് തിരിച്ച് നടക്കുക. മാധുദേ തലയിൽ കയറി. ഇനി അങ്ങോട്ട് തിരിച്ച് അത്രയും ദൂരം നടക്കണം. ജമുനയുടെ സഹായത്തോടെ നമ്മൾ വേറൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തതാണ്. ഈ കാണണത് ഓട്സ് ആണെന്നാണ് പറയണത്. ഓട്സിന്റെ പാടമാണ് ഇപ്പുറത്തെ സൈഡില്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ബാർലി അവര് ചെയ്തേക്കണത്. ഇത് ഓട്സ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഓട്സിന്റെ ഒക്കെ ഇത് കാണുന്നത്. ഈ പകൽ വെളിച്ചം കണ്ടു കഴിഞ്ഞാ പറയൂ, രാത്രി 8 മണിയായി സമയം. പ്ലെയിനിലെ ആരാ പറഞ്ഞേ? കൊച്ചച്ച അച്ചാച്ച മാധു കൂടിയാണോ പ്ലെയിനിൽ പോണേ? അപ്പൊ അച്ചാമ്മ വരണില്ലേ? ഇത് നമ്മള് കഴിഞ്ഞ തവണ വന്നപ്പോ ഇത് ഫുൾ മഞ്ഞ കളർ പൂക്കളായിരുന്നു. ഇപ്പൊ ആ പൂക്കളെല്ലാം പോയി. അതിന്റെ ആ സ്റ്റെമ്മില് കണ്ട ഇങ്ങനെ ഒരുമാതിരി ബീൻസിന്റെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ അകത്ത് എനിക്ക് തോന്നുന്നു ഇത് പൊളിക്കണം എന്ന് തോന്നുന്നു. ഈ അറിഞ്ഞൂടാട്ടോ, എനിക്ക് തോന്നിയ ഒരു ഇതാണ് പറഞ്ഞത് ഞാൻ. കടുക് അതിന്നാന്ന് തോന്നുന്നു എടുക്കണ കടുക് പാടമാണിത്. തുമ്പി.
ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഏണി വെച്ച് കയറിയാണ് ചെറി പറിക്കണേന്നുള്ളത്. അതാണ് ആ പുറകേല് കാണുന്നത്. ഇനി അത് അവിടെ നിന്ന് അവര് ഫ്രഷ് ആയിട്ട് പറിച്ച് അവിടെ ഫ്രണ്ടിൽ കൊണ്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കണത്. 2 വേണ്ട, 5 മതി. ഇതൊക്കെ വൈനാണെന്ന് തോന്നുന്നു അല്ലേ? Was ist das in das Flasche? Das ist Schnaps, also Alkohol. Ah, okay. Aha. Das ist was Hochprozentiges und das ist wie so eine Sekt. Ah, okay. Mhm. Und oben ist Marmelade oder? Genau, ja. Marmelade. ആ മേളിലിരിക്കണത് ജാം, താഴെ ആൽക്കഹോളാണ്. എന്റെ സൈഡിൽ കാണുന്നത് വീടാ. എനിക്ക് തോന്നുന്നു ഈ ഫാമേഴ്സിന്റെ വീടാന്ന് തോന്നുന്നു. അവരുടെ തന്നെ സ്ഥലം അവര് തന്നെ ലാഡറൊക്കെ വെച്ച് കയറി നിന്ന് പറിച്ച് അവരുടെ ബാക്ക് യാർഡ് കണ്ടോ. ആ വീടിന്റെ പുറകേല് കസേരയൊക്കെ ഇട്ട് ഇരുന്ന് ചെറി പറിക്കുന്നു, അവിടെ ഇരുന്ന് കഴിക്കാം. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവരുടെ ഫാമിൽ നിന്ന് അവര് പറിച്ച് ഇവിടെ ബാസ്ക്കറ്റിൽ കൊണ്ട് വച്ചേക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, പൈസ ഇടാനായിട്ട് ഒരു ബോക്സും വച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊബിയർ ശാല എന്ന് വെച്ചാൽ നമുക്കിത് ട്രൈ ചെയ്യാം. ഒരു ബാസ്ക്കറ്റിൽ അതും വെച്ചിട്ടുണ്ട്. നമുക്കത് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്ന് എടുക്കാം, പൈസ ഇതിനകത്ത് ഇടാം. അതുപോലെ ഒരു വച്ചേക്കണ വേറൊരു സാധനമാണ് മെർമലാഡ്. ഇതുണ്ട ജാം, ചെറിയുടെ ജാമാണിത്. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മൾ പൈസ ഇവിടെ ഇട്ടാൽ മതി. വിശ്വാസമാണത്, ഇവരുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ പറ്റിക്കില്ല, നമ്മൾ എടുക്കുന്നു, പൈസ ഇല്ലാത്ത വെക്കണു എന്നുള്ളത് കാണിക്കാനായിട്ട്. ആരും നിൽക്കണില്ല അവിടെ ചോദിക്കാനോ പറയാനോ ഒന്നും. ചെറിയൊക്കെ പറിച്ച് നമ്മൾ പറിച്ചില്ല കേട്ടോ, അവര് പറിച്ച് കടയിലൊക്കെ വെച്ച് വിൽക്കണ്ടായിരുന്നത് നമ്മൾ വാങ്ങി. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം, അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഒറിജിനൽ സാധനം. ഒരെണ്ണം കുഞ്ചു കഴിച്ചേ. കുഞ്ചു ഉള്ളി ആക്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു സാധനം ഇങ്ങനത്തെ കഴിക്കില്ല. കഴിച്ചോക്കട്ടെ നമുക്ക്. എന്തൊരു ടേസ്റ്റാന്നറിയാമോ, ഭയങ്കര ടേസ്റ്റാ. ഞാൻ അത് ഇവിടെ വന്നാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം കഴിക്കണത്. സ്ട്രോബെറി കഴിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ഒരു ഫീലെന്ന്, നമുക്ക് ആ ഫ്രഷ് ആയിട്ട് പറിച്ച് കഴിക്കണ അതേപോലെ തന്നെയാണ് ഇത്. ഭയങ്കര ടേസ്റ്റാ. ഈ ചെറിയ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല, അത് വേറൊരു ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പ്. എന്റെ കളർ നോക്കിയേ, അത് തന്നെ ഒരു വ്യത്യാസമല്ലേ. ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനൊരു പുളിപ്പ് പോലും ഇല്ല, മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്. നമുക്കിപ്പോ നാട്ടിലൊരു ചാമ്പയ്ക്ക കഴിക്കുമ്പോ മധുരവും പുളിയും കൂടി മിക്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇല്ല. ഇതിന് മധുരം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാ. ഇപ്പൊ ഞങ്ങള് ഇവിടെ ഇരുന്ന് കഴിക്കണത് ഇതിന്റെ പാർക്കിംഗ് ഏരിയയാണ്. ഇന്നിപ്പോ അത്യാവശ്യം നല്ലോണം ആൾക്കാരും ഉണ്ട്. കാറ് പാർക്ക് ചെയ്യാൻ ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക്. ഇന്ന് ഇതിങ്ങനെ പൂത്ത് നിക്കണോണ്ട് എല്ലാരും വന്ന് പറിച്ച് കഴിക്കാനാ ഒരു ഇതിനു വേണ്ടി വരണതാ. അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ എന്തോരാന്നറിയാമോ ഇവിടെ ഇതിനു വേണ്ടി വന്നത്. ഈ മാധു കിർഷ ചെറി മാത്രമല്ല കേട്ടോ, അവരാ കടയില് ജാമ് അതുപോലെ വൈൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈനൊന്നും നമ്മൾ വാങ്ങിയില്ല, ജാം വാങ്ങിച്ചാലോ എന്നൊരു തീരുമാനം എടുത്തു. പക്ഷെ അതും വാങ്ങിയില്ല, ഞങ്ങൾ ഈ ഫ്രൂട്ട് മാത്രമേ വാങ്ങിയുള്ളൂ. അത് കിട്ടാ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എമ്മിയാണോ? പറയൂ, ചെറിയ എമ്മിയാന്ന് പറയൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറി വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.